അതും ചുമ്മാതല്ല, 16 ലക്ഷം രൂപ കൊടുത്ത് പുറത്ത് PR ചെയ്യിപ്പിക്കുന്നുണ്ടെന്ന്. ഗായ്സ്, ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ള വിഷയം എന്ന് പറയുമ്പം അനുമോളുടെ PR. നമ്മുടെ അനുമോളെ ബിന്നി എക്സ്പോസ് ചെയ്തിരിക്കുന്നു. അതും ചെറിയ രീതിയിലൊന്നുമല്ല, വലിയ രീതിയിൽ തന്നെ. സംഭവം എന്നാന്ന് വെച്ചാൽ, രാവിലത്തെ മോർണിംഗ് ടാസ്കിൽ ബിഗ് ബോസ് പറഞ്ഞു, ഈ ഷോയിൽ PR കൊണ്ട് കളിക്കുന്നത്, അതേപോലെ തന്നെ PR ഇല്ലാതെ കളിക്കുന്ന ആൾക്കാരെ പറ്റി പറയാൻ. അങ്ങനെ കുറേ പേരും ബിന്നിയുടെ പേര് പറഞ്ഞു, ഷാനവാസിൻ്റെ പറഞ്ഞു, അങ്ങനെയൊക്കെ പറഞ്ഞു. നമ്മുടെ ബിന്നി വന്നിട്ട് അനുമോള് PR ഉപയോഗിച്ചാണ് കളിക്കുന്നതെന്ന് പറഞ്ഞു. അതും ചുമ്മാതല്ല, 16 ലക്ഷം രൂപ കൊടുത്ത് പുറത്ത് PR ചെയ്യിപ്പിക്കുന്നുണ്ടെന്ന്. എന്തടിസ്ഥാനത്തിലാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കത് അറിയത്തില്ല. കാരണം ഈ ബിന്നിക്കത് അറിയാൻ ഒരു വഴിയില്ല. ബിക്കോസ് എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ബിഗ് ബോസ് ഹൗസിൽ കയറിയിട്ടാണ് അനുമോളെ കാണുന്നത്. നേരത്തെ അറിയായിരിക്കും, പുറത്തുനിന്നൊക്കെ അറിയായിരിക്കും, പക്ഷെ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ ചാൻസ് ഒന്നുമില്ല. ഒന്നെങ്കിൽ വൈൽഡ് കാർഡ് വഴി അറിയാം. വൈൽഡ് കാർഡ് എന്തായാലും 1-2 ആഴ്ച കഴിഞ്ഞിട്ടല്ലേ കയറിയിരുന്നത്. അപ്പം അവർക്കറിയാം ഈ ആർക്കൊക്കെ PR ഉണ്ടെന്നൊക്കെ. പിന്നെ നമ്മുടെ നൂബിൻ, പുള്ളി വഴിയായിരിക്കും അറിഞ്ഞത്. കാരണം എന്തേലുമൊക്കെ കണ്ടന്റിന് ക്ഷാമം വരുമ്പം ഈ സംഭവം എടുത്ത് ഇട്ടോളാൻ പറഞ്ഞുകൊണ്ട് നൂബിൻ പറഞ്ഞിട്ടുണ്ടാവും മിക്കവാറും. നമുക്കെന്തായാലും അനുമോളുടെ PR പറ്റി സംസാരിക്കാം. അനുമോൾ എന്നെ സമ്മതിച്ചിട്ടുണ്ട് അനുമോൾ PR എടുത്തിട്ടുണ്ടെന്ന്. അവിടെ പല തവണ പലരോടും പറഞ്ഞിട്ടും ഉണ്ട്. ആൻഡ് ലെറ്റ് മീ ആസ്ക് യു വൺ തിങ്, PR ചെയ്യിപ്പിക്കുന്നത് ശരിയാണോ തെറ്റാണോ? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റിൽ അറിയിക്കുക. എൻ്റെ ഒരു അഭിപ്രായം വെച്ചാണെങ്കിൽ PR ചെയ്യിപ്പിക്കുന്നത് വളരെ തെറ്റാണ്. കാരണം ഈസി ആയിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് PR. ഒരാളെ നല്ല ഉയർത്തി പൊക്കിയടിക്കാനും അതേപോലെ തന്നെ താഴ്ത്തി ചവിട്ടി താഴെ ഇടാനും PR ഉപയോഗിക്കും. PR ഒക്കെ ചെയ്യിപ്പിക്കുന്ന അവരുടെ പേഴ്സണൽ ചോയ്സാണ്. അതെ, പക്ഷേ നിങ്ങൾ തന്നെ ഓർത്തു നോക്ക്, സാധാരണ ഒരു മനുഷ്യൻ ഒരു യൂട്യൂബ്, മിക്ക അമ്മമാരൊക്കെ യൂട്യൂബ് വരെ എടുക്കുമ്പം ഇങ്ങനെ ആൾക്കാരെ വെളുപ്പിക്കുന്ന ഓരോ വീഡിയോസ് ആയിരിക്കും കാണുന്നത്. അത് കണ്ടിട്ടായിരിക്കും ഈ അമ്മമാരൊക്കെ പോയി വോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ഓർത്തു നോക്കി, അവിടെ ശരിക്കും കളിക്കുന്ന, അതായത് PR ഒന്നും ഇല്ലാണ്ട് ശരിക്കും കളിക്കുന്ന ആളുകളെയാണ് അത് അഫക്റ്റ് ചെയ്യുന്നത്. ഈ ചില യൂട്യൂബേഴ്സ് അല്ലാണ്ട് എത്ര പേര് 24 hour ലൈവ് കാണുന്നുണ്ട്? വളരെ ചുരുക്കം, വളരെ വളരെ കയ്യിലെണ്ണാവുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. മിക്കവരും ഈ എപ്പിസോഡും നമ്മുടെ യൂട്യൂബ് ചാനലിലും ഇൻസ്റ്റയിലും ഒക്കെ കണ്ട് വീഡിയോസ് വഴിയാണ് വോട്ടിംഗ് ഒക്കെ ചെയ്യുന്നത്. അപ്പം അവിടെ PR കൊണ്ട് വെളുപ്പിച്ചേക്കുന്ന ആൾക്കാരുടെ കണ്ടന്റ് മാത്രമായിരിക്കും നമ്മൾ കാണുന്നത്. അപ്പം നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ, അവിടെ ഒട്ടും അർഹതയില്ലാത്ത ആൾക്കാരെ വീണ്ടും പിടിച്ച് വെച്ചിരിക്കുവാണ്. ഓൺ ദി അതർ ഹാൻഡ്, PR കൊടുക്കാതെ, ഇപ്പം PR ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ, അവർ നല്ല കിടിനായിട്ട് കളിക്കുന്നുണ്ട്. അവരുടെ ഒരു എത്തുന്നില്ല, കണ്ടന്റ് പുറത്തോട്ട് എത്തുന്നില്ല. ബിഗ് ബോസ് പുറത്തോട്ട് ഇടുന്നുണ്ട്, പക്ഷേ ഈ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ അവരുടെ റീച്ച് കിട്ടുന്നില്ല. കാരണം ബാക്കി ആൾക്കാരുടെ PR കാരണം. അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ പറയുന്നത്, ബിഗ് ബോസിൽ PR വളരെ മോശപ്പെട്ടൊരു കാര്യമാണ്. റിയൽ ലൈഫിൽ എത്രയോ PRകളുണ്ട്, അത് ഒരു കുഴപ്പമില്ല. കാരണം ഈ ചിലവരൊക്കെ ഇപ്പോഴും ഫെയിം നിലനിർത്താൻ വേണ്ടിയിട്ട് ഓരോരുത്തർ PR ഒക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ അതേപോലെ അല്ല ബിഗ് ബോസ്. കാരണം ബിഗ് ബോസ് പ്രായമായവർ തൊട്ട് യങ്സ്റ്റേഴ്സ് വരെ കാണുന്നതാണ്. അപ്പം അതിലൊരു മാനിപ്പുലേഷൻ നടക്കുന്നത് വളരെ തെറ്റാണ്. അവരെയൊക്കെ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടാൽ തന്നെ പെട്ടെന്ന് ഒരാളോട് ദേഷ്യം തോന്നും, വെറുപ്പ് തോന്നുകയൊക്കെ ചെയ്യും. അപ്പം അത് വളരെ മോശപ്പെട്ടൊരു കാര്യമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? ബിഗ് ബോസിൽ PR നല്ലതാണോ അതോ ചീത്തയാണോ? കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പം കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ഇൻ ദി നെക്സ്റ്റ് അപ്ഡേറ്റ്.